Hi Kitchen Recipes in Malayalam. എല്ലാവർക്കും സ്വാഗതം. വളരെ ഈസി ആയിട്ട് വീട്ടിൽ എങ്ങനെയാണ് നല്ല ഹോം മെയ്ഡ് ജാം ഉണ്ടാക്കാം നമുക്ക് കണ്ടു നോക്കാം. കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിലും കൂടുതൽ രുചിയാണ്, ഉണ്ടാക്കിയെടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ നമുക്ക് കണ്ടു നോക്കാം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് സ്ട്രോബെറീസും ബ്ലൂബെറീസും കൊണ്ടാണ് ജാം ഉണ്ടാക്കുന്നത്. ഏകദേശം ഇതേപോലെ തന്നെ നമുക്ക് മിക്സ്ഡ് ഫ്രൂട്ട്സ്, ബാക്കിയുള്ള ഫ്രൂട്ട്സ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ മിക്സ് ഫ്രൂട്ട് ജാമിൻ്റെ വീഡിയോ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആ വീഡിയോ ഞാൻ വേറൊരു ദിവസം എന്തായാലും അപ്ലോഡ് ചെയ്യാം. ഇന്നിപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഏകദേശം 25 വലിയ സ്ട്രോബെറീസും 125 ഗ്രാം ബ്ലൂബെറീസുമാണ്. സ്ട്രോബെറിയുടെ ഈ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കിയെല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കണം. ബ്ലൂബെറിയെ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് കട്ട് ചെയ്യുന്നതിന് മുന്നേ ബ്ലൂബെറിയും സ്ട്രോബെറിയും നന്നായിട്ട് കഴുകി ഒരു കോട്ടൺ ടവൽ വെച്ചിട്ട് നന്നായിട്ട് തുടച്ചെടുക്കണം. ഒട്ടുപോലും വെള്ളത്തിൻ്റെ അംശം പാടില്ല. ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സ്ട്രോബെറീസ് ഒരു പാനിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന പാൻ ആണെങ്കിലും സ്പൂൺ ആണെങ്കിലും ഒട്ടും തന്നെ വെള്ളം പാടില്ല, നല്ല ഡ്രൈ ആയിട്ടിരിക്കണം. ഇതിൻ്റെ പുറകെ ബ്ലൂബെറീസും ചേർക്കാം. ഓരോരുത്തരുടെ മധുരം അനുസരിച്ച് വേണം പഞ്ചസാര ചേർക്കാനായിട്ട്. ഞാൻ ഇന്ന് 1/2 കപ്പ് പ്ലസ് കുറച്ചുകൂടെ കൂടുതൽ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ചില സ്ട്രോബെറിക്ക് ഭയങ്കര പുളിയായിരിക്കും, അങ്ങനെ ഉണ്ടാകുമ്പോൾ കൂടുതൽ പഞ്ചസാര ചേർക്കേണ്ടി വരും. ഇത്രയും ക്വാണ്ടിറ്റി ജാം ഏകദേശം 20 മിനിറ്റ് മുതൽ അരമണിക്കൂറിനുള്ളിൽ തന്നെ റെഡി ആയിട്ടുണ്ടാകും. അപ്പോൾ എപ്പോഴും ഒരു മീഡിയം ടു മീഡിയം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതിനെ കണ്ടിന്യൂസ് ആക്കി ഇളക്കിയെടുക്കാനായിട്ട്. ഒരുപാട് തീ കുറച്ച് വെക്കരുത്. ഓരോ സ്റ്റേജ് ഇങ്ങനെ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കും. അവസാനമാകുമ്പോഴേക്കും സ്പൂണിൻ്റെ ബാക്ക് ഉപയോഗിച്ചിട്ട് ചെറുതായിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ചെറിയ ഫ്രൂട്ട് പീസസ് ഒക്കെ നന്നായിട്ട് മിക്സായി കിട്ടും. ചെറിയ ബൈറ്റ് സൈസ് പീസസ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ജാം കഴിക്കുമ്പം ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഏകദേശം ഇതുപോലെ നന്നായിട്ട് കുറുകി വരുന്ന സമയത്താണ് ഫ്രഷ് ആയിട്ട് പിഴിഞ്ഞെടുത്തിട്ടുള്ള 1/2 ടീസ്പൂൺ നാരങ്ങ നീര് ഒഴിച്ചിട്ടുള്ളത്. നാരങ്ങ നീര് നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രിസർവേറ്റീവ് ആണ്. അതുപോലെ തന്നെ ജാമിനൊരു ജെല്ലി ടൈപ്പ് ടെക്സ്ചർ അല്ലേ, അപ്പോൾ ആ ഒരു ജെല്ലി ടൈപ്പ് ടെക്സ്ചർ മെയിൻറ്റെയിൻ ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ നാരങ്ങ നീര് ഒഴിക്കുന്നത്. നാരങ്ങ നീര് ഒഴിക്കുമ്പം ഷുഗർ ക്രിസ്റ്റലൈസേഷൻ ഒന്നും ഉണ്ടാവില്ല, ശരിക്കും നല്ലൊരു ഗ്ലോസി, ശരിക്കും ആ ഒരു ജാം ടെക്സ്ചറും കിട്ടും. ഇനി ഇതിന് കുറച്ച് സമയം കൂടി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റായെന്ന് അറിയാനായിട്ട് ഒരു പ്ലേറ്റിലോട്ട് ഇതുപോലെ ചെറിയൊരു പോർഷൻ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു 2-3 സെക്കൻഡ് വെയിറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ആകണ്ടോ നോക്കുക. ഇതിപ്പോൾ അധികം അങ്ങോട്ട് ആവുന്നില്ല, ഏകദേശം അതിൽ ഒട്ടിയിരിക്കുന്ന പോലെ തന്നെയാണ്, കണ്ടില്ലേ? അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഈ ജാമിൻ്റെ കൺസിസ്റ്റൻസി നല്ല കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിനെ നന്നായിട്ട് തണുക്കാനാക്കി വെയിറ്റ് ചെയ്യണം. ഇതുപോലത്തെ ഒരു ഗ്ലാസ് ജാറിലാണ് നമ്മൾ ഈ ജാം ഇട്ട് വെക്കുന്നത്. ഇതിനെ നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഇതിനെ ഉണക്കിയെടുക്കണം. ഇത്തിരി പോലും വെള്ളത്തിൻ്റെ അംശം പാടില്ല. ഇതിലോട്ടാണ് നമ്മൾ ജാം ഫില്ല് ചെയ്യാൻ പോകുന്നത്. ചെറിയൊരു ചൂടുണ്ടെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ചൂടെല്ലാം നന്നായിട്ട് ആറിയതിന് ശേഷം മാത്രം ഇതിനെ മൂടി വെച്ച് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ്. നമ്മൾ വീട്ടിൽ ജാം ഉണ്ടാക്കുമ്പം ഒരിക്കലും വലിയ ക്വാണ്ടിറ്റിക്ക് ഉണ്ടാക്കരുത്. എപ്പോഴും ഇതുപോലെ ചെറിയ ക്വാണ്ടിറ്റിക്ക് ഉണ്ടാക്കുക. കാരണം ഇതിൻ്റെ അകത്ത് നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള പ്രിസർവേറ്റീവ്സ് ആണ് ചേർക്കുന്നത്. ആർട്ടിഫിഷ്യൽ പ്രിസർവേറ്റീവ്സ് ചേർക്കാത്തതുകൊണ്ട് തന്നെ ഒരുപാട് കാലം ഇരിക്കില്ല. മാക്സിമം ഒരു 2-3 ആഴ്ച മാത്രമാണ് ഫ്രിഡ്ജിൽ, അതും നമ്മൾ അത്രയും സൂക്ഷിച്ച് ഉപയോഗിക്കുമ്പോൾ ഇരിക്കാം. നമ്മൾ ഓരോ പ്രാവശ്യം ജാം എടുക്കുമ്പോഴും സ്പൂണാണെങ്കിലൊക്കെ ഒട്ടുപോലും നനവ് പാടില്ല. നല്ല ഡ്രൈ ആയിട്ടുള്ള സ്പൂൺ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ കണ്ടില്ലേ, വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ഹോം മെയ്ഡ് ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും നമ്മൾ കടയിൽ നിന്നും കിട്ടുന്നതിലും കൂടുതൽ നല്ല സ്മെല്ലും നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ ശരി, നമുക്കിനി അടുത്ത റെസിപ്പി വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.